പേര് ജിജി ബാബു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 മാർച്ചിലാണ്. അതിനുശേഷം ഇത് 4ാമത്തെ സാക്ഷ്യമാണ്, 4ാമത്തെ പുതുക്കലും. കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ക്യാൻസർ ആകേണ്ടിയിരുന്ന ഒരു മുഴ, അത് ക്യാൻസറിന് തൊട്ട് മുമ്പിലുള്ള സ്റ്റേജിലായിരുന്നു. അത് തക്ക സമയത്തെടുത്ത് അത് സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അതിനുശേഷം അന്ന് തന്നെ എൻ്റെ ഭർത്താവ് ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു. സാക്ഷ്യങ്ങൾ കേൾപ്പിച്ച് ഞാൻ എൻ്റെ ചേട്ടായിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിലും വിശ്വാസമായിരുന്നു, പക്ഷേ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ തുടർച്ചയായ ജീവിതത്തിൽ അനുദിനവും കേട്ട് അങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഉടമ്പടി എടുത്തു. ഞങ്ങൾ മൊത്തം ഇപ്പം എൻ്റെ ഒരു മകനൊഴികെ 3 മക്കളിൽ ബാക്കിയും ഞങ്ങൾ 2 പേരും ഉടമ്പടി എടുത്തതാണ്. 2 മക്കൾ വിദേശത്താണ്. അതും അവരുടെ സാക്ഷ്യം ഇവിടെ പറഞ്ഞു തന്നെ പോയതാണ്. ഞാൻ ആ സാക്ഷ്യത്തിന് ശേഷം അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 4ാമത്തെ ഒരു സാക്ഷ്യമായി ഞാൻ വീണ്ടും വരും. അന്നത് ഞാൻ ഓർത്തത്, ഇവിടെ ഞാൻ അമ്മയുടെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ എഴുതി കൊടുത്തിരുന്നു ഒരു 70 സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് ആ സാഹചര്യത്തിൽ അങ്ങനെ അത് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് എൻ്റെ ചേട്ടായും ഉടമ്പടി എടുത്ത് ഇവിടുന്ന് തിരിച്ചു പോയ ശേഷം പിന്നീട് അങ്ങോട്ട് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാനാകും. ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത ചേട്ടായിക്ക് അതൊരു പക്ഷേ ഉൾക്കൊള്ളാനാവുമോ എന്ന് ഞാനിങ്ങനെ പേടിച്ചു. തമ്പുരാനെ, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകരുതേ എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ എങ്കിലും ആഴമേറിയ വിശ്വാസം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. 25 വർഷമായിട്ട് ഞങ്ങൾ തറവാട്ടിലാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ഈ യൂട്രസ് റിമൂവ് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തിൽ ചാച്ചൻ മാത്രമേ കൂടെയുള്ളൂ. ചാച്ചനെ മറ്റൊരു സഹോദരൻ്റെ വീട്ടിലേക്ക് മകളുടെ വീട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ട് അതിനുശേഷം ഞാൻ റിക്കവർ തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ 3 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു കൈവേദന ഉണ്ടായിരുന്നു. ആ കൈവേദന ഓപ്പറേഷൻ്റെ തൊട്ട് മുമ്പ് തനിയെ സ്റ്റോപ്പായി. എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം സ്ഥിരമായി തേക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മറന്നുപോയി. പക്ഷേ ഒരു ദിവസം പൂർണ്ണമായിട്ട് അത് നിന്നു. അതിനുശേഷം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ബെഡിൽ കൊണ്ട് കിടത്തി അന്ന് തന്നെ ICU മാറ്റി എന്നെ ബെഡിൽ കൊണ്ട് വലത് കൈയിലേക്ക് ആ വേദന വന്നു. അപ്പോൾ അതിനുശേഷം 3 മാസങ്ങൾക്ക് ശേഷം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വരികയാണ്. അന്ന് ഞാൻ സത്യത്തിൽ ഈ ആധാരം അച്ഛനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അച്ഛനെ കാണാൻ നിന്നതെങ്കിലും, സാക്ഷ്യം അന്ന് പറയുന്നതിന് മുമ്പ് അച്ഛനെ കണ്ടെങ്കിലും, പക്ഷെ ഞാൻ ആ സ്പോട്ടിൽ എന്താണെന്നറിയത്തില്ല, എന്നെക്കൊണ്ട് ആരോ പറയിപ്പിക്കുന്നത് പോലെ എൻ്റെ ഈ 3 വർഷമായിട്ട് ഈ കൈവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ അപ്പുറത്തായിരുന്നു. ഞാൻ പലതരത്തിലുള്ള ആശങ്കകളിലായിപ്പോയി. ഈ കൈവേദന വാദമാണോ, ഈ ആമവാദം എന്ന് പറയും, വാദത്തിൽ ഏറ്റവും കൂടിയൊരു വാദമാണ് ആമവാദം. അതേ ലക്ഷണങ്ങൾ എൻ്റെ ശരീരത്തിൽ പ്രകടമായി തുടങ്ങി. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിനകത്തൊന്നും കാണിക്കുന്നില്ല, റിസൾട്ടീവ് നെഗറ്റീവാണ്. അപ്പോൾ ഞാനിവിടെ ആധാരം കാണിച്ച് ആ സമയത്ത് എന്നോട് ആരോ പറയുന്നത് പോലെ തോന്നി, അച്ഛനോടൊന്ന് എന്താണെങ്കിലും. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ആധാരം കാണിക്കാനാണല്ലോ ഞാൻ വന്നത്, ഇത് പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയും? എങ്കിലും വേണ്ടില്ല. ഞാൻ അച്ഛൻ തിരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ്, അച്ഛനൊന്ന് കൈക്ക് തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എൻ്റെ കൈ സത്യം പറഞ്ഞാൽ എനിക്ക് അച്ഛൻ്റെ നേരെ നീട്ടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കൈ നീട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ ദുഷ്കരം. സ്വന്തമായിട്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ല. അതിന് പരസഹായം വേണം. ഞാൻ ആ കൈ അച്ഛൻ്റെ കൈകളിൽ അച്ഛൻ ഈ കൈ താങ്ങിക്കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ നോക്കി 10 മിനിറ്റ് അച്ഛൻ നിന്ന ശേഷം ഒന്നുമില്ല എന്നാണ് എന്നോട് കൈ കൊണ്ട് ആംഗ്യം കാണിച്ചത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി. അതുവരെ കൈ പൊക്കി ഒന്ന് സ്തുതിക്കാൻ പോലും ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഈ കൈകളുണ്ടെന്ന് എനിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാറില്ലല്ലോ എന്ന്. അപ്പോൾ അതിനുശേഷം എൻ്റെ കൈ പൊങ്ങി, എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും എൻ്റെ വലത് കൈയായിട്ട് നിർവഹിക്കാൻ പറ്റുകയില്ലായിരുന്നു. അച്ഛൻ കണ്ട് ബ്ലസ് ചെയ്ത ശേഷമാണ് എനിക്ക് ആ ഒരു രോഗശാന്തി എനിക്ക് കിട്ടിയത്. പിന്നീട് വേദനകളുണ്ടെങ്കിലും എനിക്ക് സഹിക്കുവാനുള്ള കൃപ നന്നായിട്ട് എനിക്ക് കിട്ടി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അതിനു മുമ്പ്. പിന്നീട് വേദന വരുമെങ്കിലും അത് വന്നു പോയിക്കൊണ്ടേയിരുന്നുള്ളൂ, സ്ഥിരമായിട്ട് എന്നെ ശല്യപ്പെടുത്താറില്ല. അങ്ങനെ എനിക്ക് ആ ഒരു വലിയൊരു രോഗസൗഖ്യം എനിക്ക് കിട്ടി. അതിനുശേഷം ഞങ്ങളുടെ തറവാട് വീതം 25 വർഷമായിട്ട് എഴുതി തരാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ചേട്ടായി പണിത വീട് പോലും ഈ എഴുതി തരാത്ത സ്ഥലത്തായിരുന്നു ഉണ്ടായത്. അത് എഴുതി മേടിച്ചിട്ടില്ലായിരുന്നു. സത്യത്തിൽ അതൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു. എന്താണെങ്കിലും ഞങ്ങളാണ് അവിടെ ഉള്ളത്. പക്ഷേ കാര്യങ്ങളൊക്കെ തകടം മറിഞ്ഞു തുടങ്ങി. എല്ലാവർക്കും ആ ഒരു സ്ഥലം മാത്രം മതി. പലരും അത് മാത്രം കണ്ണുവെച്ചു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു, ഇത് എഴുതി തരാത്ത സ്ഥിതിക്ക് ഒരു പക്ഷേ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ചാച്ചൻ അതിനോട്ട് സമ്മതിക്കുന്നുമില്ല.
ഒരു തരത്തിലും അതിനൊരു അനാസ്ഥ വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് ആകെ ചെയ്യാനുണ്ടായിരുന്ന നമ്മുടെ ഉടമ്പടി ഉപ്പ് പറമ്പിൻ്റെ 4 മൂലയ്ക്കും കൊണ്ടയിട്ടു. ഇനി അഥവാ അമ്മേ ഈ വെച്ച വീട് പോലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് വീതം പോലും വേണ്ട, അത് പങ്കിട്ടെടുത്തോട്ടെ, ആര് വേണമെങ്കിലും എടുത്തോട്ടെ വിട്ടു. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല. വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നതോ ഒന്നും ആരും തയ്യാറാകാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ എന്നെ അറിയാവുന്ന 2-3 സുഹൃത്തുക്കൾ പറഞ്ഞു, നിങ്ങളുടെ ആ നിരപരാധിത്വം ഒന്ന് വെളിപ്പെടുത്തുക, ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്, ഞങ്ങളുടെ കയ്യിൽ ആധാരമോ ഒന്നുമില്ല, പക്ഷേ എന്നിട്ടും ഞങ്ങൾ പലതരത്തിലുള്ള കുറ്റപ്പെടുത്തലിലൂടെ കടയിലൂടെ കടന്നുപോയി. പക്ഷേ അന്നേരം എനിക്ക് ധൈര്യം പകരാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന്, നീ ശാന്തമായി ഇരുന്നാൽ മതി, ഞാൻ ആരോടൊന്നും പറയാൻ പോയില്ല. പക്ഷേ എനിക്ക് രംഗം കൈവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ ഞാൻ വ്യക്തിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് അവർ പോലും അറിയുന്നത് ഇങ്ങനെയാണ് അവസ്ഥയുള്ളത്. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാര്യങ്ങൾ എല്ലാവരും അറിയട്ടെ, നിങ്ങളുടെ അടുത്ത് പ്രശ്നങ്ങളില്ല എന്നുള്ളത്, നിങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തമ്പുരാനെ ക്രൂശിലേറ്റിപ്പോൾ തമ്പുരാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ലോകരക്ഷകനാന്നുള്ളത്, അത് കാലം തെളിയിക്കേണ്ട ഒരു സത്യമാണ്, അതുപോലെ തന്നെ ഇതും കാലം തെളിയിച്ചോളും ഞങ്ങളുടെ നിരപരാധിത്വം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി, ഞാനവിടെ ശാന്തമായിട്ടിരുന്നു. അമ്മ തന്നെ രംഗത്തിറങ്ങി, പരിസ്ഥിതി അമ്മ തന്നെ രംഗത്തിറങ്ങിക്കൊണ്ട് ഈ പ്രശ്നമായ സ്ഥലം, കാരണം അവിടെയാണ് ഞങ്ങൾ വെച്ച വീടിരിക്കുന്നത്, യാതൊരു പ്രൂഫുമില്ല, എന്തും ചെയ്യാം, ഒരു പ്രശ്നം, ഞങ്ങൾക്കൊരു തെളിവുകളുമില്ല ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അമ്മ തന്നെ, അപ്പോൾ ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ചാച്ചന് ആ വേറെ വീട്ടിൽ വെച്ച് തന്നെ BP കൂടി സ്ട്രോക്ക് വന്ന അരയ്ക്ക് കീപ്പോട്ട് തളരുകയും ഞാൻ ആ സമയത്ത് ചാച്ചനെ കാണാൻ വേണ്ടി അവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ എപ്പോൾ നടക്കുമ്പോഴും എൻ്റെ കയ്യിൽ ഈ ഉടമ്പടി തൈലം കാണും. അന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പ്രശ്നത്തിൻ്റെ നടുവിലേക്കാണ് ഞാൻ ചെന്നെങ്കിലും പോരാനിറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ചാച്ചൻ്റെ നെറ്റിയിലും നടുവിനും ആ തൈലം തേച്ചിട്ട് ഇത്രയേ പറഞ്ഞുള്ളൂ, അമ്മയെ നോക്കിക്കോണേ എന്ന് മാത്രം പറഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വളരെയധികം സങ്കടത്തോടു കൂടിയാണ് തന്നെയാണ് പോകുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ എന്താകുമെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. 2 ദിവസത്തിനുള്ളിൽ ചാച്ചൻ എൻ്റെ വീട്ടിലേക്ക് തിരികെ എത്തി. അവിടുന്ന് തളർന്ന് കിടന്ന കിടപ്പിൽ ഒരു സ്പൂൺ കഞ്ഞി കൊടുക്കണമെങ്കിൽ പോലും കട്ടിലിൻ്റെ സ്ക്രൂ പൊക്കി വേണം, ഹെഡ് ഉയർത്തിയിട്ട് വേണമായിരുന്നു കൊടുക്കണമെങ്കിൽ. ആ ചാച്ചൻ ഉടമ്പടി തൈലം തൂത്ത് 2 ദിവസത്തിനുള്ളിൽ 90 വയസ്സായ ചാച്ചൻ തനിയെ എഴുന്നേറ്റിരിക്കുകയും പിടിച്ചിട്ടാണെങ്കിലും 2 സ്റ്റെപ്പ് നടന്ന് ഞങ്ങളുടെ ഹാളിലേക്ക് വന്നിരിക്കുകയും ചെയ്തു. സ്വന്തമായിട്ട് ഭക്ഷണം കൊടുത്താൽ കഴിക്കാവുന്ന സ്ഥിതിയിലായി. അത് അമ്മ തന്നൊരു പ്രത്യേക അനുഗ്രഹമാണ്. കാരണം അതും ഒരു തിരിച്ചറിവിൻ്റെ സത്യമായിരുന്നു. കാരണം ചാച്ചൻ പോലും എന്നെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. നീ എപ്പോഴാണ് ആലപ്പുഴയിലേക്ക് പോകുന്നേ എന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ആ മനുഷ്യൻ തന്നെ പറയാനിടയായി, എനിക്കത് കേൾക്കാനിടയായി. കാരണം നീ എൻ്റെ തലയിൽ ഉടമ്പടി നിൻ്റെ തൈലം തൂത്തപ്പോൾ എന്നിലുണ്ടായിരുന്ന എല്ലാ പൈശാചികതയും പോയിന്ന് ആ മനുഷ്യൻ തന്നെ എന്നോട് പറയുകയാണ്. നീ എന്ത് പറഞ്ഞാലും മാതാവ് കേൾക്കും, മാതാവ് എന്ത് പറഞ്ഞാലും നീയും കേൾക്കും. ആ ഒരു വാക്ക് ചാച്ചൻ തന്നെ പറഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ച ആ സന്തോഷം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ആ അംഗീകാരം എനിക്കത് മാത്രം മതിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പലരും സ്വന്തമാക്കണമെന്ന് വിചാരിച്ച ആ സ്ഥലം, ആ ആധാരം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നെ ചാച്ചൻ തിരികെ എത്തിക്കുക. സത്യത്തിൽ ഞാനത് ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ആ സ്ഥലം വിട്ടുകൊടുക്കാൻ ഞങ്ങൾ എന്നേ തയ്യാറായിരുന്നു. പക്ഷെ അതാരും അറിഞ്ഞില്ല. തെറ്റിദ്ധാരണയുടെ പുറത്തുകൂടെ മാത്രം കടന്നുപോയ ആ സമയങ്ങളിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഒപ്പം നിൽക്കുന്നത് എനിക്കറിയാമായിരുന്നു. ഞങ്ങൾക്ക് വേറെ ആരുമില്ലായിരുന്നു, ആരും തുണയ്ക്കാനില്ലായിരുന്നു. സത്യാവസ്ഥ ആർക്കും അന്വേഷിക്കണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയണ്ടായിരുന്നു. കുറ്റപ്പെടുത്താനും ഭാഷിപ്പിക്കാനും പരിഹാസങ്ങളും എന്നെ മാതാവ് എന്ന് വരെ വിളിച്ച് കളിയാക്കി. അപ്പോൾ അവർക്കറിയാം ഉടമ്പടി തൈലം തൂത്ത് ഞാൻ അവിടെ ചെന്നിട്ട് എന്തോ ചെയ്തിട്ട് പോന്നു. അതിനുശേഷമാണ് ചാച്ചന് ഈ മാറ്റം വന്നതെന്ന് അവർക്കും മനസ്സിലായി. അവരെന്നെ മാതാവെന്നും പലതരത്തിൽ കൃപാസനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം തരത്തിൽ എന്നെ അപമാനപ്പെടുത്താവോ, മുറിവേറ്റ വാക്കുകൾ, അതെനിക്ക് പറയാൻ പോലും ഇനിയിപ്പോൾ ശക്തിയില്ല. അത്രയും വാക്ക് പറഞ്ഞ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് 2 പ്രാവശ്യം കയറി വരാനിടയായി. ഇന്ന് ഞാൻ കൃപാസനത്തിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇന്നലെ ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കയറി വരാനിടയായി. അത് അമ്മ എന്നെ ഒന്ന് അളന്നത് തന്നെയായിരുന്നു. കാരണം എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നു, അതിലപ്പുറം തിരിച്ചടിക്കാനുള്ള സാഹചര്യം എനിക്ക് തന്നിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും മറക്കാതെ തന്നെ, അതൊന്നും ഓർക്കാതെ തന്നെ ഞാൻ മറന്ന് കളഞ്ഞു, ക്ഷമിച്ചു. അങ്ങനെ ആ ഒരു ആധാരം കൂടെ എൻ്റെ കൈകളിലേക്ക്, എൻ്റെ ചേട്ടയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അങ്ങനെ ആ ഒരു വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ പറ്റി. ഇന്ന് ഒരു മകനൊഴികെ ബാക്കി എല്ലാവരും ഞങ്ങളെല്ലാവരും ഉടമ്പടി എടുത്തവരാണ്. ആ വിശ്വാസത്തിലുള്ള, കാരണം 2023 ഞാൻ ഈ ഉടമ്പടി എടുക്കുമ്പോൾ ശരിക്കും ഒരു കുഞ്ഞ് പിറന്നു വീഴുന്നത്, വിശ്വാസദീപിക്കൽ പിറന്നു വീഴുന്നു എന്നതുപോലെ പിച്ച വെച്ച് നടന്ന്, അതിനു മുമ്പ് ഞാനൊരു ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടോ
ഒരു വിശ്വാസം എനിക്കില്ലാത്തതുകൊണ്ടല്ല, പരിസ്ഥിതി അമ്മയെ അറിയാത്തത് കൊണ്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ 2023 വിശ്വാസ ജീവിതത്തിലേക്ക് ജനിച്ചെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഇന്ന് പിച്ച വെച്ച് നടന്ന് നിവർന്ന് ഞാൻ നേരെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഉടമ്പടിയുടെ ഒരൊറ്റ ബലമാണ്. ഇന്ന് എന്ത് വന്നാലും ഞങ്ങൾ മനസ്സിലോർക്കും, തമ്പുരാനെ, ഈ ഉടമ്പടി അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് ഈ ഉടമ്പടി കൈമാറിയില്ലായിരുന്നെങ്കിൽ പിന്നെ ജോസഫ് അച്ഛനെ സ്വപ്നത്തിൽ കാണാൻ എനിക്കിടയായി. ഈ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ജോസഫ് അച്ഛൻ കാണുകയും അച്ഛൻ എന്നോട് ഒരു വാക്കാണ് പറഞ്ഞത്. ഞാൻ എന്തൊക്കെയോ സങ്കടങ്ങൾ പറഞ്ഞ് അച്ഛനെ നോക്കി പൊട്ടിക്കരഞ്ഞപ്പോൾ അച്ഛൻ ആ സ്വതസിദ്ധമായ ചിരിയോടുകൂടി എൻ്റെ തലയിൽ തഴുകി വെച്ച് ഇത്രമാത്രം പറഞ്ഞു, മാതാവ് നിന്നെ അനുഗ്രഹിക്കും. എനിക്കൊന്നും മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞു. തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ പരിസ്ഥിതി അമ്മയെ ഞാൻ ഇതേപോലെ തന്നെ ഇതേ ഡ്രസ്സിൽ അമ്മ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ വീടിൻ്റെ തൂണ് തൂക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു വീട് വിൽക്കാനായിട്ടുണ്ട് എന്നാണ്. സത്യത്തിൽ ആ വീട് നിന്നിരുന്ന സ്ഥലം പോലും ഞങ്ങളുടെ അല്ലായിരുന്നു. അമ്മ ആ തൂണ് ഉറപ്പിച്ച് നിർത്തിയതാണ്. മാതാവ് നിന്നെ അനുഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി, എന്തിൻ്റെ പേരിലാണ്, ഇനി എങ്ങനെയാണ് അനുഗ്രഹിക്കാൻ? എൻ്റെ മക്കളിലൂടെ അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല, മക്കൾ കൂടെ ഇല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മക്കളിലൂടെയാണ് എനിക്ക്, കാരണം മാതാപിതാക്കൾക്കുള്ള അനുഗ്രഹം മക്കളിലൂടെയാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ പറഞ്ഞു. മാതാവിൻ്റെ സ്വപ്നത്തെ കാണാനിടയായി. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മാത്രം മതി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഞാൻ എപ്പോഴും എന്തെങ്കിലും നിരാശ പ്രതിസന്ധികൾ വരുമ്പോൾ ഞാൻ ഓർക്കും, അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടത്, മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടത്. അച്ഛൻ എന്നോട് മാതാവ് അനുഗ്രഹിക്കുന്ന ആ ഒറ്റ വാക്കിൻ്റെ ബലത്തിലാണ് ഞാൻ ചില ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്നത്. അതുപോലെ എൻ്റെ ചേച്ചിക്ക് തൊണ്ടയ്ക്കൊരു തടസ്സം, ഭക്ഷണം കഴിക്കുമ്പോൾ വേദനയേക്കാൾ ഉപരി ഭയങ്കര തടസ്സമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ക്യാമറ വെച്ച് നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് വിഷമായി, എന്തെങ്കിലും മാരകമായ പ്രശ്നങ്ങളാണോ, അതാണല്ലോ നമുക്ക് ആദ്യം ചിന്ത വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നമ്മൾ ഉടമ്പടിയിലല്ലേ, ഒട്ടും പേടിക്കണ്ട, ഡോക്ടർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഉടമ്പടി തൈലം തൂത്തോണ്ടിരുന്നു. അങ്ങനെ പുള്ളി തുടർച്ചയായിട്ട് തൂക്കുകയും 2 ആഴ്ചയോളം അനുഭവിച്ചതാണ് ആ വിഷമം. അത് ഒരു പ്രത്യേക ഒരവസ്ഥയായിരുന്നു. പക്ഷേ ആ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ചേച്ചിക്ക് ഒരുപാട് പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞതുപോലെ കുറഞ്ഞു. പിന്നീട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ചെക്കപ്പ് ചെയ്ത് ക്യാമറ വെച്ച് നോക്കിയപ്പോൾ തൊണ്ടയിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ ഉടമ്പടി ഉപ്പ് കഴിക്കുമായിരുന്നു. ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിലും അല്ലാതെയും കഴിക്കാറുണ്ടായിരുന്നു. തൈലം ദിവസവും തൊണ്ടയിൽ തൂക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ 2 പേരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ഭക്ഷണം കൊടുക്കുകയും, കാരണം എൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമാക്കിക്കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് ഓട്ടോ സ്റ്റാൻഡുകളിൽ, മറ്റുള്ള ഇടകളിൽ. ഇനിയിപ്പോൾ അൽമായർ പോലും ആണെങ്കിൽ പത്രം മേടിക്കാത്തവർ വല്ലാത്ത മുഖം തിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് അതിനുള്ള ദൈവകൃപ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്ന് പറയേണ്ട ഒരു സാഹചര്യം പോലും എനിക്ക് ആരാണ് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാരണം ചിലർ കൈനീട്ടി മേടിക്കും, ചിലർ മുഖം തിരിച്ച് പോകും. അങ്ങനെയുള്ളിടത്ത് ഞാൻ നമ്മുടെ ഇടയിൽ മാത്രം കൊടുക്കാതെ അക്രൈസ്തവരിലാണ് അധികം കൊടുക്കുന്നത്. പിന്നെ പറ്റുന്നത് പോലെ മുന്നിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ അർഹതയുള്ളവർക്ക് സഹായം ചെയ്യാറുണ്ട്. ഓർഫനേജുകളിലും മറ്റുള്ള അനാഥാലയങ്ങളിലൊക്കെ പോകാറുണ്ട്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. 2023 ജനുവരി 31 ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 6ാമത്തെ പുതുക്കലാണ്. പിന്നെ എനിക്ക് 10 വർഷത്തോളം ഒരു വീട്ടിലേക്കുള്ളൊരു വഴി ഭയങ്കര തടസ്സമായി കിടക്കുകയായിരുന്നു. അത് കയറി ഇറങ്ങാനോ ഒരു വണ്ടി കയറുവാനോ ഒന്നും പറ്റില്ലായിരുന്നു. അതിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ എനിക്ക് ആ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കിട്ടി. പരിശുദ്ധ അമ്മ അതിനെന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായി എൻ്റെ വീട് ഒന്ന് പുതുക്കി പണിയാൻ വേണ്ടി 5 വർഷത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചു. ഇവിടെ വന്ന് ഉടമ്പടിയിൽ 2ാമത്തെ പുതുക്കലോടുകൂടി തന്നെ ആ പരിശുദ്ധ അമ്മ ആ വീട് നല്ല മനോഹരമായി പണിത് തരികയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാനിവിടെ നിർത്തുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരന് കോടാനുകോടി നന്ദി പറയുകയാണ്.